ഗ്രാമത്തിൻ്റെ മകൾ. പച്ചപ്പരവതാനി വിരിച്ച പോലെ മലകളും നെൽകൃഷിയാലും നിറഞ്ഞൊരു ചെറിയ ഗ്രാമം. അവിടെയാണ് അനാമിക ജനിച്ചത്. അച്ഛനും അമ്മയും സാധാരണ കർഷകർ. സാമ്പത്തികമായി വലിയ ശക്തിയൊന്നുമില്ലെങ്കിലും പഠിപ്പിക്കണം എന്നതായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം. അനാമിക ചെറുപ്പത്തിൽ തന്നെ വളരെ ശ്രദ്ധയുള്ള കുട്ടിയായിരുന്നു. ക്ലാസ്സിലെ എല്ലാവരും അവളെ സ്മാർട്ട് ആമി എന്ന ഓമന പേരിട്ട് വിളിക്കുമായിരുന്നു. പാഠപുസ്തകത്തിലെ കാര്യങ്ങൾക്കൊപ്പം ജീവിത പാഠങ്ങളും അവൾ വേഗത്തിൽ പഠിച്ചു. അനാമിക കോളേജിൽ ചേർന്നു. നഗരജീവിതം അവൾക്ക് പുതുമയായിരുന്നു. എന്നാൽ ഗ്രാമത്തിലെ ലാളിത്യവും മൂല്യങ്ങളും അവൾ മറന്നില്ല. ഗ്രാമത്തിലെ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം നൽകണം, ഗ്രാമത്തെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരണമെന്നൊക്കെയായിരുന്നു അവളുടെ സ്വപ്നം. ഒരു വൈകുന്നേരം പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന അച്ഛൻ അനാമിക പഠിക്കുന്നത് നോക്കി നിന്നു. മോളെ, ഇത്രയും നേരം പുസ്തകം നോക്കിയിരുന്ന് കണ്ണു വേദനിക്കുന്നില്ലേ? ഇല്ല അച്ഛാ, എനിക്ക് പഠിക്കണം. ഒരു ദിവസം ഞാൻ ഈ നാടിൻ്റെ കലക്ടറായി വരും. നമ്മുടെ കൊച്ചു ഗ്രാമത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത് കേട്ട് അമ്മ പറയുന്നു, മോളെ, എൻ്റെ മോളെ ആഗ്രഹം ദൈവം കേൾക്കും. നിൻ്റെ മനസ്സ് തീർച്ചയായും നടക്കും. അനാമിക സ്കൂളിൽ ഒന്നാമതായപ്പോൾ അധ്യാപകൻ ക്ലാസ്സിൽ പറഞ്ഞു, മക്കളെ, അനാമികയെ നോക്കൂ, നമ്മുടെ ഗ്രാമത്തിൻ്റെ അഭിമാനമാണ്. പഠനത്തിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും വലിയ ഉയരങ്ങളിലെത്താൻ സാധിക്കും. ഇത് കേട്ടപ്പോൾ അനാമിക കൂട്ടുകാരോട്, എനിക്ക് മാത്രമല്ല, നമ്മൾക്കും പഠിക്കണം. നമ്മുടെ ഗ്രാമം ഒരിക്കലും പിന്നിൽ പോകാൻ പാടില്ല. കോളേജിൽ നിന്നും അവളുടെ കൂട്ടുകാരി ഒരു ദിവസം പറഞ്ഞു, നീ ഇത്രയും പഠിക്കാൻ കഴിവുള്ളവളാണ്. അതുകൊണ്ട് തന്നെ നഗരത്തിൽ തന്നെ പെട്ടെന്ന് നിനക്ക് ജോലി കിട്ടും. ഇവിടെ തന്നെ നിന്നാൽ നിനക്ക് നല്ല ഭാവി ഉണ്ടാവും. അനാമിക, എനിക്ക് നഗരത്തിലെ സുഖ സൗകര്യങ്ങളൊന്നും വേണ്ട. എൻ്റെ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് അവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അതിനായി ഞാൻ തിരിച്ചു പോകും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിനക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ. പഠനം കഴിഞ്ഞ് IAS കാരിയായി അനാമിക നാട്ടിൽ തിരിച്ചെത്തി. എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തോടും ആദരവോടും കൂടി അവളെ സ്വീകരിച്ചു. ഗ്രാമത്തിലെ വയോധികർ, മോളെ, നീ ഇവിടെ നിന്നും വിട്ടുപോകാതെ നമ്മളോട് ചേർന്നതാണ് നമ്മുടെ ഭാഗ്യം. ഇനി നമ്മുടെ കുട്ടികൾക്കും വലിയ സ്വപ്നം കാണാം. ഈ ഗ്രാമമാണ് എന്നെ വളർത്തിയത്. ഇന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെയൊക്കെ സ്നേഹവും കരുതലും കൊണ്ട് മാത്രമാണ്. അവരുടെ ഗ്രാമത്തിൽ അവൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. നല്ല ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. എന്തൊക്കെ വികസനം ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവൾ ചെയ്തു കൊടുത്തു. വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാനും വീട്ടിൽ നോക്കാൻ ആരുമില്ലാത്ത അനാഥർക്ക് സഹായം ചെയ്യാനുമെല്ലാം അവൾ ശ്രദ്ധിച്ചിരുന്നു. പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് പഠനത്തിന് സഹായിക്കാനും ഒന്നും അവൾ മറന്നില്ല. എല്ലാവർക്കും സൗജന്യമായി പുസ്തകങ്ങളും ഉച്ചഭക്ഷണവും നൽകി തുടങ്ങി. ഡിജിറ്റൽ ക്ലാസ് റൂം ഗ്രാമത്തിൽ കൊണ്ടുവന്നു. കർഷകർക്ക് സൗജന്യ വിത്തും വളങ്ങളും നൽകി സഹായിച്ചു. സ്കൂളുകളിൽ 20 കുട്ടികൾ ഉണ്ടായിരുന്നത് 100ഓളം കുട്ടികൾ അധികം പഠിക്കുന്നതായി മാറി. നാട്ടിൽ വലിയൊരു സമ്മേളനം നടന്നു. അവിടെ ഗ്രാമവാസികൾ ഒരുമിച്ച് ചേർന്ന് അനാമികയെ ആദരിച്ചു. ഗ്രാമത്തിലെ കുറേ അച്ഛന്മാർ, മോളെ, നമ്മളെല്ലാവരും നിന്നെ മകളായി കാണുന്നു. അതിനെന്താ, ഞാൻ നിങ്ങളുടെ മകളല്ലേ, അങ്ങനെ കണ്ടോളൂ. നിന്നെപ്പോലൊരു കുട്ടിയെ നമ്മുടെ ഈ ഗ്രാമത്തിലുണ്ടായത് ഈ ഗ്രാമത്തിൻ്റെ ഭാഗ്യമാണ്. അനാമികയുടെ കണ്ണു നിറഞ്ഞു. ഞാൻ കലക്ടറായത് എൻ്റെ വ്യക്തിപരമായ വിജയമല്ല, എൻ്റെ ഗ്രാമമാണ് എന്നെ വളർത്തിയത്. ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഗ്രാമത്തിന് വേണ്ടിയാണ്. നമ്മുടെ ഗ്രാമം മുന്നോട്ട് പോവുക, വികസനത്തിൻ്റെ പാതയിലേക്ക്, അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ഗ്രാമവാസികൾ ഒരുമിച്ച് പറഞ്ഞു, ഇവൾ ഈ ഗ്രാമത്തിൻ്റെ മുത്താണ്, നമ്മുടെ അഭിമാനമാണ്, ഗ്രാമത്തിൻ്റെ മകളാണ്.